എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൽ എന്താണ് സാമൂഹ്യ ശാസ്ത്രത്തിലെ 12ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നേരെ എന്താണ് ചാപ്റ്ററിലോട്ട് പോവാം. പാഠത്തിൻ്റെ പേരെന്താണ്? കാർഷിക മേഖലയിൽ നൂതന പ്രവണതകൾ. കാർഷിക മേഖലയിൽ നൂതന എന്താണ് പ്രവണതകൾ. ഇത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് കാർഷിക മേഖല എന്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തെ പറ്റിയും പിന്നെ എന്താണ് ഓരോ വിളക്രമത്തെ പറ്റി, അതായത് ഏകവിള, ബഹുവിള, പിന്നെ ബഹുവിളയെ തന്നെ എന്താണ് ഇപ്പോൾ നമ്മൾ പലതായിട്ട് പിന്നെ എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നു, അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. പിന്നെ എന്താണ് പുതിയ ആധുനിക സാങ്കേതിക വിദ്യ എങ്ങനെയാണ് കാർഷിക മേഖലയെ പ്രയോജനപ്പെടുത്തുന്നു, പിന്നെ എന്താണ് കാർഷിക മേഖല വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്താണ് കൊണ്ടുവന്ന ഓരോ പദ്ധതികളും ഏജൻസികളെ പറ്റിയൊക്കെയാണ് നമ്മൾ എന്താണ് ഈ പാഠത്തിൽ മെയിനായിട്ട് പറഞ്ഞ് പോകുന്നത്. അപ്പോൾ നേരെ എന്താണ് പാഠത്തിലോട്ട് പോകാം. അതിനെന്താണ് സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖലകളിൽ ഒന്നാണ് കാർഷിക മേഖല. ഓക്കെ, അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്താണ് ഏറ്റവും പഴയ ഒരു വിഭാഗമാണ് കാർഷിക മേഖല. പിന്നെ എന്താണ് പ്രധാനപ്പെട്ടതുമാണ്. ഓക്കെ, നമ്മളെ ബ്രിട്ടീഷ് ഇന്ത്യ സമയത്ത് എന്താണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ എന്താണ് കൂടുതലും സംഭാവന നൽകിയത് ആരാണ്? നമ്മുടെ കാർഷിക മേഖലയാണ്. വ്യവസായ മേഖലയെക്കാളും കൂടുതൽ സംഭാവന നൽകിയത് എന്താണ് കാർഷിക മേഖലയാണ്. കാരണം അന്നത്തെ എന്താണ് ജനസംഖ്യയുടെ 80% പേരെന്താണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരായിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയും കാർഷിക മേഖലയാണ്. ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമായ കാലിത്തീറ്റയും പ്രദാനം ചെയ്യുന്നത് കൃഷിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് കാർഷിക മേഖലയ്ക്കുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ് നമുക്ക് കഴിക്കാനുള്ള ഫുഡും നമ്മുടെ വളർത്തു മൃഗങ്ങൾക്കുള്ള എന്താണ് കാലിത്തീറ്റകൾ, അവർക്കുള്ള തീറ്റകളൊക്കെ എന്താണ് സംഭാവന ചെയ്യുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ്. രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും തൊഴിൽ നൽകുന്നതിലും കാർഷിക മേഖല മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ മെയിൻ പോയിന്റാണ്. കാർഷിക മേഖലയുടെ പ്രധാന ഒരു പോയിന്റ് എന്താണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ എന്താണ് തൊഴിൽ അവസരങ്ങൾ. ഓക്കെ, ഇപ്പോഴും എന്താണ് കാർഷിക മേഖലയിൽ ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ എന്താണ് റോ മെറ്റീരിയൽസ് നൽകുന്നതാണ് ഇപ്പോഴും നമ്മുടെ കാർഷിക മേഖല തന്നെയാണ്. അങ്ങനെ എന്താണ് നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നൽകിക്കൊണ്ട് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് എന്താണ് ഒരു നട്ടലായിട്ടാണ് കാർഷിക മേഖല നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അധിക പ്രാധാന്യമുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താണ് നമ്മുടെ കാർഷിക മേഖല തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതുവഴി എന്താണ് രാജ്യത്തിന് എന്താണ് ഒരു ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ എന്താണ് നമ്മുടെ കാർഷിക മേഖല നല്ലൊരു എന്താണ് പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ് ഈ വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്ത എന്താണ് പറയുന്നത് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ കാർഷിക വിളകളും നമ്മൾ നോക്കിയാൽ എന്താണ് ഓരോ സംസ്ഥാനങ്ങളും ഓരോ വിള ഉൽപ്പാദനത്തിൽ ഒന്നാമതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നെല്ലിൻ്റെ കാര്യമായാലും ഗോതമ്പിൻ്റെ കാര്യമായാലും ചോളത്തിൻ്റെ കേസെടുത്താലും ഒക്കെ അതെന്താണ് ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് അത് വളരുന്നതിനുള്ള എന്താണ് അനുകൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുത്താലും എന്താണ് ഓരോ ജില്ലകളിലും അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ കാപ്പിയുടെ കാര്യം എടുത്താൽ കാപ്പി ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലാണ്. ഇഞ്ചി എടുത്താൽ ഇഞ്ചി വയനാടാണ്. പിന്നെ എന്താണ് കുരുമുളക് പറയുമ്പോൾ ഇടുക്കിയാണ്. അങ്ങനെ അപ്പോൾ എന്താണ് ആ ഒരു കാർഷിക വിളയ്ക്ക് എന്താണ് വളരാനുള്ള സാഹചര്യം കൂടുതൽ എന്താണ് ആ സംസ്ഥാനങ്ങളിലുണ്ട്. ഒന്നാമത്തെ എന്താണ് പ്രകൃതിദത്ത ഘടകങ്ങൾ. എന്താണ് മണ്ണിൻ്റെ സ്വഭാവം, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യത. ഓക്കെ, അപ്പോൾ ഓരോ കാർഷിക വിളകൾക്കും എന്താണ് വ്യത്യസ്തമാണ്. എന്താണ് അവയ്ക്ക് വളരാനുള്ള മണ്ണിൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ്. അവയ്ക്ക് വളരാനുള്ള എന്താണ് കാലാവസ്ഥ. പിന്നെ ചില വിളകൾക്ക് എന്താണ് കൂടുതൽ ജലലഭ്യത വേണം, ചിലത് എന്താണ് കുറച്ച് ജലത്തിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ വിളകളും എന്താണ് ഈ ഒരു പ്രകൃതിദത്ത ഘടകങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്ത സാമ്പത്തിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലയാണ്. ഓക്കെ, ഒന്നെന്താണ് വിലയാണ്. പിന്നെ എന്താണ് കർഷകരുടെ വരുമാനം. പിന്നെ എന്താണ് കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നമ്മൾ കൃഷി ചെയ്യുന്ന വിഭവങ്ങളുടെ വില അടിസ്ഥാനമാണ്. പിന്നെ എന്താണ് അതുവഴി എന്താണ് കർഷകർക്ക് ലഭിക്കുന്ന വരുമാനവും പിന്നെ എന്താണ് അവരുടെ കൈവശമുള്ള കൃഷിഭൂമിയുടെ ഭൂവിസ്തൃതി. ഓക്കെ, ഭൂമിയുടെ വിസ്തൃതി. ഇതൊക്കെ എന്താണ് സാമ്പത്തിക ഘടകങ്ങൾ വരുന്നതാണ്. അടുത്ത എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ. എന്തായിരിക്കും? ഒന്ന് ജലസേചനം, പിന്നെ എന്താണ് വൈദ്യുതി, പിന്നെ എന്താണ് ഗതാഗതം, പിന്നെ എന്താണ് വിപണി സൗകര്യം, പിന്നെ എന്താണ് വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ലഭ്യത. ഇതൊക്കെ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുന്നത്. അടുത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് സാമൂഹിക ഘടകങ്ങൾ. നേരത്തെ പറഞ്ഞ പ്രകൃതിദത്ത ഘടകങ്ങളും പിന്നെ എന്താണ് സാമ്പത്തിക ഘടകങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ലോജിക്ക് വെച്ച് ആൻസർ അടിക്കാവുന്നതാണ്. പക്ഷേ സാമൂഹിക ഘടകങ്ങൾ ഓർത്തിരുന്നോളാം. ഒന്ന് എന്താണ് ഭക്ഷണ രീതി. ഓക്കെ, അപ്പോൾ എന്താണ് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങളിൽ ഒന്നെന്താണ് ഭക്ഷണ രീതി. പിന്നെന്താണ് വിദ്യാഭ്യാസം. പിന്നെന്താണ് കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം. പിന്നെന്താണ് സാമൂഹിക പരിസ്ഥിതി. ഓക്കെ, അപ്പോൾ വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ സാമൂഹിക ഘടകങ്ങളിൽ വരുന്നതാണ് ഒന്ന് ഭക്ഷണ രീതി, പിന്നെന്താണ് വിദ്യാഭ്യാസം, പിന്നെന്താണ് കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം, പിന്നെന്താണ് സാമൂഹിക
പരിസ്ഥിതി. ഓക്കെ, അടുത്ത എന്താണ് സർക്കാർ നയങ്ങൾ. എന്തായിരിക്കും സർക്കാർ നയങ്ങൾ? ഒന്ന് നികുതി, പിന്നെന്താണ് സബ്സിഡി, പിന്നെന്തായിരിക്കും വിളകളുടെ കയറ്റുമതി ഇറക്കുമതി. ആ കാര്യങ്ങളൊക്കെയാണ് സർക്കാർ നയങ്ങളിൽ വരുന്നത്. അത് നമുക്ക് എന്താണ് ലോജിക്ക് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത എന്താണ് സാങ്കേതിക ഘടകങ്ങൾ. സാങ്കേതിക ഘടകങ്ങൾ എന്തായിരിക്കും? നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഇതിൽ വരുന്നതാണ്. പിന്നെ നമ്മളെ പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്ന ടെക്നോളജീസ് എങ്ങനെ നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ എന്താണ് ശാസ്ത്രീയമായ ജലസേചന രീതി. ഇതൊക്കെ എന്താണ് സാങ്കേതിക ഘടകങ്ങളിൽ വരുന്നതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? സാമൂഹിക ഘടകങ്ങൾ ഓർത്തു വെച്ചോളണം. സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണ രീതി, വിദ്യാഭ്യാസം, കൃഷി ചെയ്യുന്ന ആളുകളുടെ എന്താണ് തലമുറകളുടെ വ്യത്യാസം, പിന്നെന്താണ് സാമൂഹിക പരിസ്ഥിതി. ഇതെല്ലാം എന്താണ് സാമൂഹിക ഘടകങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുന്നത് ഏതാണ്? സാമൂഹിക ഘടകങ്ങൾ. സാമൂഹിക ഘടകങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ വിള സംവിധാനങ്ങൾ. ഓക്കെ, അപ്പോൾ വിള സംവിധാനത്തെ എന്താണ് നമ്മൾ കുറച്ചായിട്ട് എന്താണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നെന്താണ് ഏകവിള, പിന്നെ എന്താണ് ബഹുവിള, പിന്നെ റെട്ടൂൺ കൃഷി. ഓക്കെ, അപ്പോൾ ഇവയ്ക്കെല്ലാം എന്താണ് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണ സഹിതം നമ്മൾ സ്കൂൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റൂ. അത്യാവശ്യം എന്താണ് ഒരുപാട് പോയിന്റ്സ് ഉള്ളൊരു പാഠമാണത്. ഓക്കെ, അപ്പോൾ വിള സംവിധാനം. അപ്പോൾ എന്താണ് വിള സംവിധാനം? ഇത്രയേ ഉള്ളൂ. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് വിള സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ എന്താണ് വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ്. ഓക്കെ, ക്രമത്തെയാണ് എന്താ വിള സംവിധാനം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു എനിക്കൊരു പുരയിടം ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഞാൻ വർഷം മുഴുവൻ എന്താണ് റബ്ബർ മാത്രമാണ് നട്ടുവരുന്നത്, അല്ലെങ്കിൽ വാഴ മാത്രമാണ് നട്ടുവരുന്നത്. അതൊരു വിള സംവിധാനമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഞാൻ ഇപ്പോൾ ഈ വർഷം റബ്ബർ നട്ടു, പിന്നെ അടുത്ത വർഷം ഞാൻ വേറെ എന്തെങ്കിലും നടുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ ഇപ്പോൾ ഒരു വാഴ നടുകയാണ്, വാഴയുടെ ഇടയിൽ എന്താണ് ഞാൻ പച്ചക്കറികളുടെ കൃഷി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ഓരോരോ വിള സംവിധാനങ്ങളാണ്. ഓക്കെ, വിള സംവിധാനം എന്താണ് ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് എന്താണ് വിള സംവിധാനം എന്ന് പറയുന്നത്. വിള സംവിധാനത്തെ എന്താണ് താഴെ പറയുന്നത് എന്താണ് നമുക്ക് മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്താണ് ഏകവിള. അതിൽ തന്നെ കിട്ടും ഏകവിള. ഒരു വിള എവിടെ കാണുള്ളൂ? ഏകവിള. ഏകവിളയ്ക്ക് ഉദാഹരണം താണ്ട റബ്ബർ കൃഷി. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന എന്താണ് റബ്ബർ കൃഷി. എന്താണ് അവിടെ ആ റബ്ബർ മാത്രം എന്താണ് നട്ട് വർഷങ്ങളായിട്ട് റബ്ബർ നടുന്നു, മുറിക്കുന്നു, വീണ്ടും റബ്ബർ നടുന്നു, മുറിക്കുന്നു. എന്താണ് ആ ഒരു ഏകവിള മാത്രമാണ് അവിടെ നട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തേയിലത്തോട്ടങ്ങളും അല്ലെങ്കിൽ കാപ്പിത്തോട്ടങ്ങൾ, ഏലം തോട്ടങ്ങളൊക്കെ അതൊക്കെ എന്താണ് ആ ഒരു ഒറ്റ വിള എന്താണ് മാത്രമാണ് അവിടെ കൃഷി ചെയ്ത് പോരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് എന്താണ് ഒരു പോരായ്മകളുണ്ട്, എന്താണ് ഒരുപാട് നേട്ടങ്ങളുമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഏകവിള. ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള മാത്രം കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള. പ്രധാനമായും കയറ്റുമതി ലക്ഷ്യമാക്കിയിട്ടുള്ള വിള സംവിധാനമാണിത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വിള മാത്രം നടുന്നു, കയറ്റുമതിയാണ് പ്രധാന ലക്ഷ്യം. ഒരു വിള മാത്രമായതിനാൽ നടിയിൽ, പരിപാലനം, വിളവെടുപ്പ് എന്നിവ സുഗമമായ രീതിയിൽ ജനങ്ങൾക്ക് നമുക്ക് നടത്താൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വിള മാത്രമേ നമ്മൾ നടന്നുള്ളൂ. അപ്പോൾ എന്താണ് അവിടെ പരിപാലനവും വളപ്രയോഗമൊക്കെ എന്താണ് നമുക്ക് എല്ലാ വർഷവും സെയിം ആണ്, മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഒരു വിളയിൽ മാത്രം എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് വേണ്ട പരിപാലനവും പിന്നെ എന്താണ് നമ്മൾ അവിടുത്തെ കളകളൊക്കെ പറിച്ച് കളയലും കീടനിയന്ത്രണത്തിനുള്ള എന്താണ് കീടനാശിനിയൊക്കെ തളിക്കുന്നതൊക്കെ എന്താണ് നമുക്ക് എളുപ്പമാണ്. കാരണം ഒന്നിൽ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലോ. പക്ഷേ ഇതിലൊരു എന്താണ് ഒരു പ്രശ്നമുണ്ട്. എന്താണ് കീടബാധിത ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏകവിള കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്താണ് കീടങ്ങളുടെ ആക്രമണം കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഇതിന് ഉദാഹരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം എന്താണ്? ഒന്ന് റബ്ബർ, പിന്നെന്താണ് തേയില, പിന്നെന്താണ് മരിച്ചിനി. ഇതൊക്കെ എന്താണ് ഏകവിള കൃഷിക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഏകവിള എന്താണ്? ഏകവിള എന്ന് പറയുമ്പോൾ ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് എന്താണ് ഒരു വിള മാത്രം കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള. ഇവിടെ എന്താണ് കയറ്റുമതി ലക്ഷ്യമാണ്. ഓക്കെ, കയറ്റുമതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ് ലാഭമായിരിക്കും പ്രധാനം. ഓക്കെ, പിന്നെന്താണ് ഇവിടെ നടിയിലും പിന്നെ എന്താണ് പരിപാലനവും വിളവെടുപ്പൊക്കെ എന്താണ് നമുക്ക് എളുപ്പമാണ്. കാരണം ഒന്നിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി. പക്ഷേ എന്താണ് കീടങ്ങളുടെ ആക്രമണ സാധ്യത വളരെ കൂടുതലാണ് ഏകവിള കൃഷിയിൽ. ഏകവിള കൃഷി ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? റബ്ബർ, പിന്നെ എന്താണ് മരിച്ചിനി, പിന്നെ എന്താണ് തേയില. ഇതൊക്കെ എന്താണ് ഏകവിളയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അടുത്തെന്താണ് ബഹുവിള. ബഹുവിള നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ബഹുവിള. അപ്പോൾ മറ്റേ ഏകം, ഇത് ബഹു. അപ്പോൾ എന്താണ് രണ്ടോ അതിലധികമോ എന്താണ് വിളകളായിരിക്കും നമ്മളവിടെ കൃഷി ചെയ്യുന്നത്. ഓക്കെ, ആ ബഹുവിളയിൽ തന്നെ എന്താണ് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിന് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളെല്ലാം എന്താണ് സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബഹുവിള മണ്ണിൻ്റെ സ്വാഭാവിക ഫലപുഷ്ടതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ബഹുവിള. കൃഷിയിടത്തിൽ നിന്നുള്ള മൊത്തം ഉൽപ്പാദനവും അതിലൂടെ വരുമാനവും വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കപ്പോൾ രണ്ടോ അതിലധികം പോകണം. അപ്പോൾ നമുക്ക് എന്താ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ് ഒരുപാട് എന്നാൽ രണ്ടോ അതിലധികം വിളകൾ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, നമുക്ക് എന്താ ഉൽപ്പാദനവും കൂടുന്നു, അതുവഴി ലാഭവും കൂടുന്നുണ്ട്. കാരണം ഒരു പുരയിടത്തിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ എന്താണ് ഇപ്പോൾ വാഴ നടുന്നു, നമുക്ക് വാഴക്കൊല കിട്ടുന്നു,
മലക്കറികൾ, നമ്മൾ പച്ചക്കറികൾ നടാറുണ്ട്. അപ്പോൾ പലതരം പച്ചക്കറികൾ നമ്മൾ നടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മൊത്തം ഉൽപ്പാദനം നമുക്കിവിടെ കൂടുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ലാഭവും ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ബഹുവിള തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. 1 മിശ്രവിള, 2 ഇടവിള, പിന്നെന്താണ് തുടർച്ചാ കൃഷി, പിന്നെന്താണ് റിലേ ക്രോപ്പിംഗ്, പിന്നെന്താണ് വിളപരിചയം, പിന്നെന്താണ് ബഹുനില കൃഷി, ബഹുനില കൃഷി. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ തുടർച്ചാ കൃഷിയും വിളപരിചയവും എന്താണ് ഏകദേശം പറഞ്ഞു വരുമ്പോൾ എന്താണ് സെയിം മീനിങ് ആണ് വരുന്നത്. അതിലൊരു വാക്കിൻ്റെ വ്യത്യാസത്തിലാണ് തമ്മിൽ എന്താണ് നമുക്ക് തിരിഞ്ഞു പോകാൻ നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ വിളപരിചയം തുടർച്ചാ കൃഷി അങ്ങോട്ട് പറയും. നമുക്ക് ആദ്യം തന്നെ മിശ്രവിള നോക്കാം. ഓക്കെ, മിശ്രവിള എന്താണ് കൃഷിഭൂമിയിൽ ഒരേ സമയം 2 അതിലധികമോ വിളകൾ എന്താണ് നടീലകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ കൃഷിഭൂമിയിൽ എന്താണ് 2 അതിലധികമോ വിളകൾ എന്താണ് നടുന്നു, പക്ഷേ എന്താണ് നടീൽ ക്രമം പാലിക്കില്ല. ഓക്കെ, ഇങ്ങനെ ചുമ്മാ വാരിപ്പുറക്കിയൊക്കെ നടുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത എന്താണ് വരണ്ട പ്രദേശങ്ങളിലാണ് കൃഷി നടത്തുന്നത്. ഓക്കെ, മിശ്രവിള പ്രധാനമായി നടക്കുന്നത് വരണ്ട പ്രദേശങ്ങളിലാണ്. നടീൽ ക്രമം പാലിക്കില്ല. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടും. എന്താണ് ഒരേ സമയം 2 അതിലധികമോ വിളകളാണ് അവിടെ നടുന്നത്. പിന്നെന്താണ് വരണ്ട പ്രദേശങ്ങളിലാണ്. പിന്നെന്താണ് നടീൽ ക്രമം പാലിക്കില്ല. ഓക്കെ, നടീൽ അകലം പാലിക്കാതെയാണ് അത് നടുന്നത്. ഓക്കെ, പ്രതികൂല കാലാവസ്ഥ മൂലം ഒരു വിളയുടെ വിളവ് മോശമായാൽ നമുക്ക് മറ്റേൽ പിടിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ 2 അതിലധികമാണ് നമ്മൾ നടുന്നത്. അപ്പോൾ എന്താണ് പ്രതികൂല കാലാവസ്ഥ വരുമ്പോൾ ഒന്ന് നശിച്ചു പോയാലും നമുക്ക് മറ്റേ വിളയിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് നമുക്ക് എന്താണ് ആ ഒരു നഷ്ടം നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ഉദാഹരണം ചോളത്തിനിടയിൽ നിലക്കടൽ നടുന്നത്. ഇതാ പിക്ചറിലുണ്ട് ചോളത്തിനിടയിൽ നിലക്കടൽ. ഇതെന്താണ് ഒരു നടീൽക്രമം പാലിക്കാതെയല്ലേ നട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മിശ്രവിളയ്ക്ക് ഉദാഹരണം 1 ചോളത്തിനിടയിൽ നിലക്കടല നടുന്നതും തെങ്ങിൻ്റെ ചുവട്ടിൽ എന്താണ് തുവര നടുന്നത്, തെങ്ങിൻ്റെ ചുവട്ടിൽ എന്താണ് തുവര നടുന്നതും. ഓക്കെ, അപ്പോൾ മിശ്രവിള എന്താണ് 2 അതിലധികമോ വിളകളാണ് അവിടെ നടുന്നത്. പിന്നെന്താണ് ഒരു നടീൽ ക്രമം പാലിക്കില്ല. പിക്ചർ തന്നെ മനസ്സിലാവും. ആ ചോളത്തിൻ്റെ മുകളിൽ എന്താണ് ചുവട്ടിൽ എന്താണ് നിലക്കടല നട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത എന്താണ് പ്രതികൂല കാലാവസ്ഥ വന്ന് ഒരു വിള നമുക്ക് എന്താണ് മോശമായി പോയാൽ നശിച്ചു പോയാൽ എന്താണ് മറ്റേ വിളയിൽ നിന്നുള്ള വിളവിൽ നമുക്ക് എന്താണ് ആ ഒരു നഷ്ടം നികത്താൻ സാധിക്കും മിശ്രവിള. പിന്നെ മിശ്രവിള പ്രധാനമായി എവിടെയാണ് വരണ്ട പ്രദേശങ്ങളിലാണ്. ഓക്കെ, അടുത്ത എന്താണ് ഇടവിള കൃഷി. നമ്മൾ പഴയ SCRT എന്താണ് 8ാം ക്ലാസ്സിൽ ഇടവിള കൃഷിയെ പറ്റി എന്താണ് ചെറിയ 2-3 പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, സിമ്പിളാണ് ഇടവിള. ഓക്കെ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് ഇടവിള കൃഷി, തെങ്ങും വാഴ. ഓക്കെ, അതാണ് ഇടവിള കൃഷി. എന്താണ് അതിലൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മിശ്രവിളയിൽ നിന്ന് എന്താണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ് അതൊരു നടീക്രമം പാലിക്കാതെ എന്താണ് ഒരു ഓർഡറൊന്നും ഇല്ലാതെ നട്ടുവയ്ക്കുന്നത്. എന്നാൽ ഇടവിളയിൽ എന്താണ് കൃത്യമായ വരിയും അകലവും പാലിക്കുന്നുണ്ട്. കൃത്യമായ വരികളിൽ നടുന്ന പ്രധാന വിളയുടെ 2 വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഒരു വരിയിൽ ഇങ്ങനെ തെങ്ങ് പോവുകയാണ്, അടുത്ത വരിയിൽ എന്താണ് തെങ്ങ് പോവുകയാണ്. ഈ 2 വരികൾക്കിടയിൽ കുറച്ച് സ്ഥലം കാണും. ആ സ്ഥലത്ത് എന്താണ് രണ്ടാമത്തെ വിള നടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വരിയിൽ ഇങ്ങനെ തെങ്ങ് നടുന്നു, പിന്നെ അടുത്തതിന് എന്താണ് വാഴ നടുന്നു, പിന്നെ തെങ്ങ് നടുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഒരു ഓർഡർ കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇടവിള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണ്. ഓക്കെ, അപ്പോൾ ഇടവിള വഴി നമുക്ക് എന്താണ് ഈ കീടാക്രമണവും പിന്നെ എന്താണ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ വരുന്ന കളകളില്ലേ അതൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് ഇടവിള കൃഷിയിലൂടെ സാധിക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ് വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഈ ഇടവിള കൃഷി വഴി എന്താണ് ഈ കളകളുടെയും കീടങ്ങളുടെയും എന്താണ് നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണ്. അപ്പോൾ ഇതിനെ ബാധിക്കുന്ന കീടങ്ങളെയും പിന്നെ എന്താണ് ഇതിൻ്റെ ചുവട്ടിൽ വരുന്ന കളകളെയൊക്കെ എന്താണ് നമുക്ക് എടുത്ത് കളയാനും എന്താണ് ഈ ഒരു ഇടവിള കൃഷിയുടെ സാധിക്കുന്നു. അടുത്ത എന്താണ് ഇതിൻ്റെ ഉദാഹരണം. ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞു എന്താണ് തെങ്ങിൻ്റെ ചുവട്ടിൽ എന്താണ് വാഴ നടുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് പരുത്തിയുടെ ഇടയിൽ എന്താണ് നിലക്കടല നടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യഘട്ടത്തിൽ സാവധാനം വളരുന്ന പരുത്തിയുടെ ഇടവിളയായി എന്താണ് നിലക്കടല കൃഷി ചെയ്യുന്നത് ഇടവിള കൃഷിക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇടവിള കൃഷി എന്താണ് കൃത്യമായ ഒരു ഓർഡർ പാലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു വിള, പിന്നെ അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിള, പിന്നെ വീണ്ടും അതേ വിള. ഓക്കെ, അപ്പോൾ തെങ്ങ് വാഴ അങ്ങനെ പോകുന്നു. ഓക്കെ, ഒരു കൃത്യമായൊരു ക്രമം പാലിക്കുന്നുണ്ട് ഇടവിള കൃഷിയിൽ. ഇടവിള കൃഷി വഴി എന്താണ് നമ്മൾ കീടങ്ങളെ കളകളെ എന്താണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഇതിന് ഉദാഹരണങ്ങളാണ് തെങ്ങിൻ്റെ ചുവട്ടിൽ വാഴ നടുന്നതും പിന്നെ എന്താണ് നമ്മുടെ പരുത്തിയുടെ ചുവട്ടിൽ നിലക്കടല നടുന്നത് ഇടവിള കൃഷിക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു മിശ്രവിളയും ഇടവിള കൃഷി. അടുത്തത് തുടർച്ചാ കൃഷി. എന്താണ് തുടർച്ചാ കൃഷി? വിളവെടുപ്പിന് ശേഷം കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പവും പോഷകങ്ങളും എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായി വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ, ആ ഒരു വേർഡ് ഓർത്തോളം, വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു ഹ്രസ്വകാല വിള കൃഷി ചെയ്യുന്ന രീതിയാണ് തുടർച്ചാ കൃഷി.
കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നത് എന്താണ് തടയുന്നു ഇതുവഴി. ഓക്കെ, അപ്പോൾ എന്താണ് തുടർച്ചാ കൃഷി എന്ന് പറയുമ്പോൾ എന്താണ് വിളവെടുപ്പിന് ശേഷം എന്താണ് കൃഷിയിടത്തിൽ എന്താണ് അവശേഷിക്കുന്ന ഈർപ്പവും പിന്നെ നമ്മൾ ചെയ്ത വളപ്രയോഗങ്ങളുടെ പോഷക ഘടകങ്ങളൊക്കെ ആ മണ്ണിൽ കാണും. അത് ചുമ്മാ എന്താണ് അത് വേസ്റ്റായി കളയണ്ട എന്നുള്ളതിൽ എന്താണ് എടുപടി എന്താണ് വലിയ മുന്നൊരുക്കങ്ങളോ അതിനുവേണ്ടി വേറെ ഒരുക്കങ്ങളോ ഒന്നും ഇല്ലാതെ ഹ്രസ്വകാല വിള, അതായത് എളുപ്പത്തിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന എന്താണ് വിളകൾ അവിടെ കൃഷി ചെയ്യുന്ന രീതിയാണ് തുടർച്ചാ കൃഷി. ഇതുവഴി എന്താണ് ഭൂമി വെറുതെ തരിശായിട്ടിടണ്ട എന്നുള്ളൊരു എന്താണ് ഒരു നേട്ടം ഈ തുടർച്ചാ കൃഷി വഴി നമുക്ക് ലഭിക്കുന്നത്. മെയിനായിട്ട് എന്താണ് നമ്മളെ നെൽപ്പാടം കൊയ്ത്ത് കഴിഞ്ഞിട്ട് എന്താണ് ഈ പയർ നടുന്നതും പിന്നെന്താണ് എള്ളും കൃഷി ചെയ്യുന്നതൊക്കെ എന്താണ് തുടർച്ചാ കൃഷിക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇപ്പോൾ തുടർച്ചാ കൃഷി വഴി എന്താണ് ഭൂമി തരിശു നിലമായി കിടക്കുന്നില്ല. കാരണം ഒന്ന് കഴിഞ്ഞ് പിന്നെന്താണ് വലിയ ഒരുക്കങ്ങളോ ഭൂമി പിന്നെന്താണ് വേറെ മറ്റൊരു കൃഷിക്ക് വേണ്ടി ഒരു മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ ഉടനടി തന്നെ മറ്റൊരു കൃഷി ചെയ്യുന്നു. ഓക്കെ, ഹ്രസ്വകാല വിളകൾ പെട്ടെന്ന് വിളവ് ലഭിക്കുന്ന മറ്റ് വിളകൾ അവിടെ നട്ട് നമുക്ക് എന്താണ് ലാഭം നേടാൻ സാധിക്കുന്നു. ഇതാണ് തുടർച്ചാ കൃഷി, ഇതാണ് തുടർച്ചാ കൃഷി. ഓക്കെ, ഇതൊരു ബഹുവിള കൃഷിക്ക് ഉദാഹരണമാണ് തുടർച്ചാ കൃഷി. അപ്പം നമ്മൾ ഇടവിള പറഞ്ഞു, തുടർച്ചാ കൃഷിയും പറഞ്ഞു. അടുത്തത് റിലേ ക്രോപ്പിംഗ്. എന്താണ് റിലേ ക്രോപ്പിംഗ്? റിലേ ക്രോപ്പിംഗ് എന്താണ് റിലേ ക്രോപ്പിംഗ്? ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായി രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ്. ഓക്കെ, എന്താണ് ഇതിന് ഉദാഹരണം? വാഴ വിളവെടുക്കുന്നതിന് മുമ്പായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് വാഴയുടെ ചുവട്ടിൽ എന്താണ് നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറികൾ നടുന്നത്. എന്താണ് നമുക്ക് ഈ വാഴ എന്താണ് വാഴയിൽ നിന്ന് എന്താണ് കുല നമുക്ക് എടുക്കുന്നതിന് മുമ്പ് ഇതിന് തന്നെ എന്താണ് ഈ പച്ചക്കറികളിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നു. ഇതാണ് റിലേ ക്രോപ്പിംഗ്. റിലേ ക്രോപ്പിംഗ്. അടുത്ത വിള പരിക്രമണം അല്ലെങ്കിൽ എന്താണ് വിള പരിയം. ഓക്കെ, വിള പരിക്രമണം എന്താണ്? ഓരോ കൃഷിഭൂമിയിൽ എന്താണ് ഓരോ വിള എന്താണ് കൃഷി ചെയ്ത് വിളവെടുത്തതിന് ശേഷം അതേ വർഗ്ഗത്തിൽപ്പെടാത്ത എന്താണ് വ്യത്യസ്ത സസ്യവർഗ്ഗത്തിൽപ്പെട്ട മറ്റൊരു എന്താണ് സസ്യങ്ങളവിടെ കൃഷി ചെയ്യുന്നു. അത് നമുക്ക് നേരത്തെ ആ നെല്ലിൻ്റെ കേസ് തന്നെ പറയാം. ഇപ്പോൾ നെൽപ്പാടം എന്താണ് നമുക്ക് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് എന്താണ് പയർ ഇവിടെ നടാൻ പറ്റും. ഇതൊക്കെ എന്താണ് വിള പരിയത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മളൊരു അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള എന്താണ് മണ്ണ് ഉഴുതുമറിക്കുകയും എന്താണ് ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്യും മറ്റൊരു കൃഷിക്ക് വേണ്ടി. മറ്റവിടെ എന്താണ് മുന്നൊരുക്കങ്ങളില്ല, എടുപിടിയാണ് തുടർച്ചാ കൃഷിയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് വിള പരിയം എന്താണ്? വിള പരിയം എന്ന് പറയുമ്പോൾ ഒരു വിളയുടെ വിളവെടുപ്പിന് ശേഷം എന്താണ് അടുത്ത വിള എന്താണ് കൃഷി ചെയ്യുന്നതിന് എന്താണ് ഒരുപാട് തയ്യാറെടുപ്പുകൾ അവിടെ നടത്തുന്നുണ്ട്. ഓക്കെ, ഇതുവഴി എന്താണ് മണ്ണിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. പിന്നെ എന്താണ് കീടങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ വിളപരിയം വഴി എന്താണ് മണ്ണിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു, കീടങ്ങളെ എന്താണ് നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കുന്നു വിളപരിയം വഴി. മെയിനായിട്ട് എന്താണ് ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് എന്താണ് നെല്ലിന് ശേഷം പയർ കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിളപരിയം എന്താണ് ഒരു ബഹുവിള കൃഷിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ബഹുനില കൃഷി. ബഹുനില കൃഷി എന്താണ്? വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടുന്നതുമായ ആവശ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായ വിളകൾ ഒരേ സമയം കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ബഹുനില കൃഷി. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നെന്താണ് വളരെ ഉയരത്തിൽ വളരുന്നതായിരിക്കും. പിന്നെ എന്താണ് അതിൻ്റെ എന്താണ് വേരിറങ്ങുന്ന ആഴം എന്താണ് വ്യത്യസ്തമായിരിക്കും. പിന്നെ അവയ്ക്ക് വേണ്ട സൂര്യപ്രകാശവും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വിളകൾ എന്താണ് ഒരേ സമയം ഒരു കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ബഹുനില കൃഷി. അതായത് നമ്മളിപ്പോൾ ഒരു തെങ്ങിൻ തോപ്പിൽ എന്താണ് ഇപ്പോൾ ആ തെങ്ങിൽ എന്താണ് കുരുമുളക് പടർത്തി എന്താണ് കൃഷി ചെയ്യുന്നില്ലേ, അതൊക്കെ എന്താണ് ഈ ബഹുനില കൃഷിക്ക് ഉദാഹരണങ്ങളാണ്. പിന്നെ എന്താണ് തെങ്ങിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നതും പിന്നെ മഞ്ഞൾ കൃഷി ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ബഹുനില കൃഷിക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബഹുനില കൃഷി എന്താണ് വളരെ എന്താണ് വ്യത്യസ്ത ഉയരമായിരിക്കും. അപ്പോൾ രണ്ട് തമ്മിൽ വ്യത്യസ്ത ഉയരമായിരിക്കും. വേര് ഇറങ്ങുന്ന ആഴവും വ്യത്യസ്തമായിരിക്കും. പിന്നെ അവയ്ക്ക് ആവശ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള എന്താണ് വിളകൾ ഒരേ സമയം ഒരു കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ബഹുനില കൃഷി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത എന്താണ് ഏകവിള പറഞ്ഞു, ബഹുവിള പറഞ്ഞു. അടുത്ത റെട്ടൂൺ കൃഷി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ കരിമ്പും ചീരയൊക്കെ എന്താണ് അതൊക്കെ എന്താണ് റെട്ടൂൺ കൃഷിക്ക് ഉദാഹരണമാണ്. അതായത് വിളവെടുപ്പ് സമയത്ത് വിളയുടെ എന്താണ് വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ചീര എടുക്കുമ്പോൾ എന്താണ് പുഴുതല്ലല്ലോ ചീര കൃഷി, അതിൻ്റെ അതിൻ്റെ മുകളിൽ തണ്ട് ഭാഗം മുറിച്ച് നമ്മൾ ഇലയാണ് എടുക്കുന്നത്. ബാക്കി എന്താണ് ആ മൂട് എന്താണ് അതിൻ്റെ ചുവട് എന്താണ് ആ വേരും മുകളിലത്തെ കാണ്ടത്തിൻ്റെ മുകൾ ഭാഗം എന്താണ് അവിടെ അവശേഷിക്കുന്നത്. പിന്നെ അതിൽ നിന്നാണ് പൊടിച്ച് വരികയാണ് ചെയ്യുന്നത്. കരിമ്പും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ പിന്നീട് എന്താണ് ഇത് വിളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിത് മുറിച്ചിട്ട് പിന്നെ ഇതിൽ നിന്ന് വീണ്ടും പൊടിച്ച് വരികയാണ്. പിന്നെ പൊടിച്ച് വരുമ്പോൾ എന്താണ് അപ്പോൾ ചീരയുടെ കാര്യമാണെങ്കിൽ പിന്നെ വരുന്ന ഇലകൾ ചെറിയ ഇലകളൊക്കെ ആയിരിക്കും ഓക്കെ വരുന്നത്. അപ്പോൾ എന്താണ് വിളവ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. കീടങ്ങളുടെ ആക്രമണവും കൂടുതലായിരിക്കും റെട്ടൂൺ കൃഷിയിൽ. അപ്പോൾ റെട്ടൂൺ കൃഷിയിൽ എന്താണ് വിളവ് പിന്നെ കുറയാനുള്ള സാധ്യതയും വരുന്നു. പിന്നെ എന്താണ് കീടങ്ങളുടെ ആക്രമണവും എന്താണ് അവിടെ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകവിള പറഞ്ഞു, ബഹുവിള പറഞ്ഞു,
റെട്ടൂൺ കൃഷിയും പറഞ്ഞു, റെട്ടൂൺ കൃഷി. ഇപ്പോൾ ഈ മൂന്നിനും എന്താണ് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ആ സ്കൂൾ ടെക്സ്റ്റിലുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ആ ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചോ, ചേരുംപടിയിലൊക്കെ ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ എന്താണ് നോക്കുന്നത്? മഴമറ കൃഷി. ഓക്കെ. മെയിനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെയാണ് എന്താണ് ഈ റബ്ബർ തൈയൊക്കെ വിൽക്കുന്ന എന്താണ് ഈ ഒരു പോളിത്തീൻ ഷീറ്റുള്ള ഒരു കൂടാരത്തിനകത്താണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതുവഴി എന്താണ് അമിതമായി മഴ ലഭിക്കുന്നത് വഴി ചില ചെടികൾക്ക് എന്താണ് അഴുകി പോകാനൊക്കെ എന്താണ് സാധ്യതയുണ്ട്. ഒക്കെ ചില ചെടികൾക്ക് എന്താണ് അമിതമായും എന്താണ് മഴ ലഭിക്കുന്നതിന് ദോഷകരമാണ്. പിന്നെ എന്താണ് ചൂട് മെയിൻ പോയിൻ്റാണ്. അപ്പോൾ ചിലതിന് എന്താണ് നല്ലൊരു ചൂട് വേണം. ഓക്കെ. നല്ലൊരു ചൂട് എപ്പോഴും അതിൻ്റെ ചുറ്റിലും വേണം വളരുന്നതിന് വേണ്ടി. താപനില പ്രധാന ഘടകമാണ്. ഓക്കെ. അപ്പോൾ അതിനെന്താണ് ഈ ഒരു മഴമറ, ഈ ഒരു പോളിത്തീൻ വെച്ചുള്ള എന്താണ് ഒരു കൂടാരം എന്താണ് അതിന് പ്രയോജനകരമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. മഴമറ എന്നത് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ മേൽക്കൂരയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകൾ മേൽക്കൂര ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കുമ്പോഴും അമിതമായ മഴയിൽ നിന്ന് വിളകൾക്ക് സംരക്ഷണം ഉറക്കുന്നു. ഓക്കെ. അപ്പോൾ ചില വിളകൾക്ക് എന്താണ് വലിയ രീതിയിൽ എന്താണ് ഈ മഴ ലഭിക്കുന്നത് അവിടെ മൂടും മറ്റെന്താണ് അഴുകിപ്പോകുന്നതിന് കാരണമാകുന്നു. പിന്നെന്താണ് ഈ പോളിത്തീൻ ഷീറ്റ് വഴി എന്താണ് ഈ വലുതായിട്ട് മഴ അതിനകത്ത് ലഭിക്കില്ല. അല്ല, നമ്മൾ ജലസേചനം അതായത് ജലലഭ്യത ഉറപ്പുവരുത്തണം. പക്ഷേ എന്താണ് അമിതമായ രീതിയിൽ എന്താണ് ഈ വെള്ളം കിട്ടുന്നത് എന്താണ് അത് ആ ചെടി അഴുകി പോകുന്നതിന് കാരണമാകുന്നു. പിന്നെ മെയിൻ പോയിന്റ് ഇതിനകത്ത് എപ്പോഴും ചൂടായിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ് അതിന് ആവശ്യമായൊരു താപനില എന്താണ് അതിനകത്ത് നിലനിർത്താൻ ഈ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ടുള്ള മേൽക്കൂരകൾക്ക് സാധിക്കുന്നു. ഓക്കെ. പ്രതികൂല കാലാവസ്ഥയിലും വർഷം മുഴുവനും എന്താണ് ഉയർന്ന ഉൽപ്പാദനം സാധ്യമാക്കുന്നതിന് മഴമറ കൃഷി അനുയോജ്യമാണ്. ഓരോ വീട്ടിലും മഴമറ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ ഓരോ വീട്ടിലും എന്താണ് നമ്മുടെ ടെറസിലൊക്കെ എന്താണ് ഈ ഒരു മഴമറ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് ഈ മഴക്കാലത്ത് നമുക്ക് എന്താണ് നല്ലൊരു എന്താണ് വീടിന് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കാരണം എന്താണ് വലുതായിട്ട് മഴ അതിനകത്ത് ലഭിക്കില്ല. പിന്നെ എന്താണ് നമുക്ക് ചൂടും എന്താണ് അതിനകത്ത് എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നു ഈ മഴമറ കൃഷിയിലൂടെ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ടാണ് എന്താണ് ഈ ഒരു മേൽക്കൂര നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതിലൂടെ എന്താണ് നമുക്ക് ആവശ്യമായ ചൂട് അതിനകത്ത് നിലനിർത്താൻ സാധിക്കുന്നു. പിന്നെന്താണ് അമിതമായ ജലലഭ്യതയിലൂടെ എന്താണ് ആ വിളകൾ എന്താണ് അഴുകിപ്പോകുന്നത് തടയുകയും ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ. പോളി ഹൗസ് ഫാമിംഗ് ഇത് എന്താണ് ആ ഒരു സെയിം ഒരു ഇതിൽ വരുന്നതാണ്, മീനിങ്ങിൽ വരുന്നത് തന്നെയാണ്. ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. ഓക്കെ. അപ്പോൾ എന്താണ് ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ എന്താണ് ചെടിയെ നമ്മൾ സംരക്ഷിച്ച് അവയ്ക്ക് വളരാൻ ആവശ്യമായ ഒരു അന്തരീക്ഷം എന്താണ് കൃത്രിമമായി നമ്മളവിടെ സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഓക്കെ. അപ്പോൾ ഇത് പുറത്തോട്ട് എവിടെയാണ് നമ്മുടെ കൂടുതൽ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മുഴുവനും മറച്ച പോളി ഹൗസുകൾ കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഓക്കെ. അപ്പോൾ പോളി ഹൗസ് ഫാമിംഗ് എന്നാണ് ഈ ചെടിക്ക് ആവശ്യമായൊരു ഒരു അന്തരീക്ഷം കൃത്രിമമായി നമ്മളവിടെ നിർമ്മിക്കുകയാണ്. ഇതും എന്താണ് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത്. ഈ തണുപ്പുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ പോളി ഹൗസ് ഫാമിംഗ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ. കൃത്യത കൃഷി. എന്താണ് കൃത്യത കൃഷി? ഓരോ വിളയ്ക്കും ആവശ്യമായ ജലവും പോഷകഘടകങ്ങളും വിള സംരക്ഷണ വസ്തുക്കളും കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ മാത്രം നൽകി അത്യുൽപാദനം സാധ്യമാക്കുന്ന സാങ്കേതിക രീതിയാണ് കൃത്യത കൃഷി. അപ്പോൾ കൃത്യത കൃഷി എന്താണ് ഓരോ വിളയ്ക്ക് ആവശ്യമായ ജലവും പോഷകഘടകങ്ങളും അവയ്ക്ക് ആ വിളയെ സംരക്ഷിക്കാനുള്ള വസ്തുക്കളും അത് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ നമ്മൾ നൽകിക്കൊണ്ട് നമുക്ക് നല്ലൊരു വിളവ് അവിടെ ലഭിക്കുന്നു. ഈ രീതിയാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത്. മഴമറകളിലും തുറസായ സ്ഥലങ്ങളിലും ഈ രീതി പ്രാവർത്തികമാക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ മഴമറ കൃഷിയില്ലേ, അതിലൊക്കെ കൃത്യത കൃഷി നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ്. യന്ത്രങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം, ജലത്തിൻ്റെയും പോഷകഘടകങ്ങളുടെ കൃത്യമായ ഉപയോഗം, കൃഷിയുടെ മെച്ചപ്പെട്ട പരിപാലനം എന്നിവയാണ് ഈ കൃഷിയുടെ മേന്മകൾ. ഓക്കെ. അപ്പോൾ ജലത്തിൻ്റെയും നമ്മളെ വളപ്രയോഗങ്ങളില്ലേ പോഷകഘടകങ്ങൾ അവയുടെ കൃത്യമായ ഉപയോഗം കൃത്യസമയത്ത് വേണം. പിന്നെന്താണ് നമ്മളെ യന്ത്രങ്ങളുടെ അതായത് വിവിധ യന്ത്രങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗവും ആ കൃഷിക്ക് നമ്മൾ നൽകുന്ന നല്ല പരിപാലനമൊക്കെ ഈ കൃഷി രീതിയുടെ മേന്മകളാണ്. സൂക്ഷ്മ ജലസേചനം മീൻസ് ചെടികൾക്ക് ആവശ്യമായ ജലം തുള്ളിയായോ നേരത്തെ ധാരധാരയോ നൽകുന്ന രീതി. വളസേചനം, സംയോജിത കീടനിയന്ത്രണം എന്നിവയാണ് കൃത്യത കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ. ഓക്കെ. അപ്പോൾ കൃത്യത കൃഷിയിൽ എങ്ങനെ ജലസേചനം നടക്കുന്നത് തുള്ളിയായിട്ടാണ് നൽകുന്നത്. ഓക്കെ. അപ്പോൾ അതിനാവശ്യമായ ജലം തുള്ളിയായിട്ട്. വളസേചനം. ഓക്കെ. അതിനാവശ്യമായിട്ടുള്ള അപ്പോൾ എന്താണ് ആ ഒരു ചെടി വളരുന്നതിന് ആവശ്യമായ
എന്ത് പോഷകഘടകങ്ങളാണ് വേണ്ടത് ആ രീതിയിലുള്ള വളസേചനം നമ്മളിവിടെ നടത്തണം. പിന്നെ എന്താണ് സംയോജിത കീടനിയന്ത്രണം എന്നൊക്കെ എന്താണ് കൃത്യത കൃഷിയുടെ പ്രധാന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ കൃത്യത കൃഷി. ഓക്കെ, കൃത്യത കൃഷി എന്താണ് ഓരോ വിളയ്ക്ക് ആവശ്യമായ ജലവും പോഷകഘടകങ്ങളും കൃത്യമായ അളവിൽ അത് നൽകേണ്ട സമയത്ത് നൽകി കൃഷി ചെയ്യുന്ന രീതിയാണ് കൃത്യത കൃഷി. ഇതുവഴി എന്താണ് നമുക്ക് എന്താണ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഒരുപാട് ലാഭം നേടാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മഴമറ കൃഷിയില്ലേ, അതിനകത്ത് എന്താണ് ഈ കൃത്യത കൃഷി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു വളസേചനം. വളസേചനം എന്താണ് ജലത്തിൽ ലയിക്കുന്ന വളങ്ങൾ ജലസേചനത്തിലൂടെ നൽകുന്ന രീതിയാണ് വളസേചനം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു കൃത്യത കൃഷിയിലെ പ്രധാന ഘടകമാണ് വളസേചനം. വളസേചനം എന്താണ് ജലത്തിൽ ലയിക്കുന്ന വളങ്ങൾ എന്താണ് ജലസേചനത്തിലൂടെ നൽകുന്നു. ഓക്കെ, അപ്പോൾ ചില വളങ്ങൾ എന്താണ് ജലത്തിൽ ലയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ആ ജലത്തിൽ ലയിച്ചിട്ട് നമ്മൾ വെള്ളങ്ങൾ നൽകില്ല സസ്യങ്ങൾക്ക്. അപ്പോൾ എന്താണ് ആ രീതിയിലൂടെ എന്താണ് വളപ്രയോഗം നടത്തുന്ന രീതിയാണ് വളസേചനം. അതായത് ജലത്തിൽ ലയിക്കുന്ന വളങ്ങൾ ജലസേചനത്തിലൂടെ നൽകുന്ന രീതിയാണ് വളസേചനം. ഡിജിറ്റൽ കൃഷി വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കൃഷിരീതിയാണ് ഡിജിറ്റൽ കൃഷി. ബിഗ് ഡാറ്റ വിശകലന ഉപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി, മിഷൻ ലേണിംഗ്, മൊബൈൽ ഫോണുകൾ പോലുള്ള ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ, പിന്നെന്താണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, റോബോട്ടിക്സ്, കാർഷിക ഉപദേശക ആപ്പുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ കൃഷി രീതിയിൽ എന്താണ് ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ കൃഷി എന്താണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ആധുനിക സാങ്കേതിക വിദ്യ എന്താണ് കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്ന രീതിയാണ് ഡിജിറ്റൽ കൃഷി. അതായത് നമ്മുടെ AI പിന്നെ മിഷൻ ലേണിങ്ങും നമ്മുടെ മൊബൈൽ ഫോണുകളും പിന്നെന്താണ് കർഷകരെ സഹായിക്കുന്നതിനുള്ള ഓരോ ആപ്ലിക്കേഷൻ നമ്മളെ സർക്കാർ പുറത്തിറക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സേവനമൊക്കെ പ്രയോജനപ്പെടുത്തി നമ്മൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഡിജിറ്റൽ കൃഷി. ആ വേടി തന്നെ നിങ്ങൾക്ക് എന്താണ് അത് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ലംബ കൃഷി. ഓക്കെ, ലംബ കൃഷി വെർട്ടിക്കൽ ഫാമിംഗ്. ഓക്കെ, നമ്മളിപ്പോഴത്തെ വീടുകളിലൊക്കെ അറിയാം സ്ഥലപരിമിതികളുള്ളവർ എന്താണ് അവരുടെ ചുവരിൽ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ നടത്താറുണ്ട്. ഫ്ലാറ്റുകളിലും മറ്റുമൊക്കെ അവിടെ ബാൽക്കണിയിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഓക്കെ, നല്ലൊരു രീതിയാണ് ലംബ കൃഷി. ഓക്കെ, നഗരവൽക്കരണത്തിൻ്റെയും കൃഷിഭൂമിയുടെ കുറവിൻ്റെയും ഫലമായി നഗരങ്ങളിൽ ഭക്ഷ്യോൽപാദനത്തിനുള്ള പ്രായോഗിക മാർഗമായി നമ്മൾ ലംബ കൃഷി ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ലംബ കൃഷി നമ്മൾ പിക്ചറിൽ നൽകിയിട്ടുള്ളതിനാണ് ലംബകൃഷി എന്ന് പറയുന്നത്. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ വിളകൾ വളർത്തുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹൈഡ്രോപോണിക്, എയറോപോണിക്, അക്വാപോണിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ കുറഞ്ഞ ജല ഉപയോഗത്തിലൂടെ വർഷം മുഴുവനും ഭക്ഷ്യോൽപാദനം നമുക്ക് സാധ്യമാക്കുന്നു. ഹൈഡ്രോപോണിക്സ് നമുക്കറിയാം, അതായത് എന്താണ് ജലത്തിൻ്റെ അതായത് മണ്ണിൻ്റെ ഉപയോഗമില്ലാതെ എന്താണ് പോഷക ലായനിയിൽ എന്താണ് സസ്യങ്ങൾ നട്ട് എന്താണ് അതിൽ വേരോടി എന്താണ് സസ്യങ്ങൾ വളരുന്ന രീതിയാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലംബ കൃഷി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ എന്താണ് ഓരോ നഗരങ്ങളിൽ എന്താണ് കൃഷി ചെയ്യാനുള്ള കൃഷിഭൂമി എന്താണ് കുറവായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് എന്താണ് അവിടെ ബാൽക്കണിയിൽ തന്നെ എന്താണ് ചുവരുകളിൽ എന്താണ് ഇതേപോലുള്ള രീതിയിൽ എന്താണ് അവർക്ക് അറേഞ്ച് ചെയ്ത് എന്താണ് അവർക്ക് ആവശ്യമായുള്ള എന്താണ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ് ഇത് നമുക്ക് ഉൽപ്പാദിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലംബ കൃഷിയിൽ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഹൈഡ്രോപോണിക്, എയറോപോണിക്, അക്വാപോണിക് പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ ലംബ കൃഷിയിൽ ഉപയോഗിക്കുന്നത്. നഗരങ്ങളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണ് സ്ഥലപരിമിതി ഉള്ളവരാണ് കൂടുതലായിട്ട് ഇതിനെ ആശ്രയിക്കുന്നത്. ഇതുവഴി എന്താണ് കുറഞ്ഞ ജല ഉപയോഗത്തിലൂടെ നമുക്ക് എന്താണ് വർഷം മുഴുവൻ ഭക്ഷ്യോൽപാദനം സാധ്യമാക്കുന്നു ലംബ കൃഷിയിലൂടെ, വെർട്ടിക്കൽ ഫാമിങ്ങിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ കൃഷിയും പറഞ്ഞു, ലംബ കൃഷിയും പറഞ്ഞു. ഓക്കെ, എന്താണ് ജൈവകൃഷി? ജൈവകൃഷി എന്താണ് നമ്മൾ രാസവള പ്രയോഗങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെയുള്ള കൃഷി രീതിയാണ് ജൈവകൃഷി. ഇതിൽ മെയിൻ എന്താണ് നമ്മൾ മണ്ണിര കമ്പോസ്റ്റുകൾ, പച്ചില വളങ്ങൾ, ഇടവിള കൃഷി, പിന്നെന്താണ് യന്ത്രങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നതും രാസവളങ്ങളും കൃത്രിമ കീടനാശിനികളും തീർത്ത് ഒഴിവാക്കിയിട്ടുള്ള കൃഷി രീതിയാണ് ജൈവകൃഷി. ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കൾ, ജൈവമാറ്റം വരുത്തിയ വിത്തുകൾ എന്നിവ ഈ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്താണ് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നത് രാസവളങ്ങളോ കൃത്രിമ കീടനാശിനികളോ ഉപയോഗിക്കില്ല. പിന്നെന്താണ് ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കളോ പിന്നെ ജൈവമാറ്റം വരുത്തിയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളൊന്നും എന്താണ് ജൈവകൃഷിയിൽ ഉപയോഗിക്കില്ല. ജൈവകൃഷിയിൽ പ്രധാനമായിട്ടും എന്താണ് നമുക്ക് സാധാരണ ലഭ്യമാകുന്ന വിത്തുകൾ, മണ്ണിര കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ ഇവയൊക്കെയാണ് നമ്മൾ ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താണ് നമുക്ക് ജൈവകൃഷിയെക്കാളും കൂടുതൽ എന്താണ് കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് എന്താണ് ഈ കീടനാശിനി രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും എന്താണ് കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഇതിനേക്കാളും ജൈവകൃഷിയെക്കാളും ഫലപ്രദമായി. പക്ഷേ ജൈവകൃഷി എന്താണ് നമുക്ക് ഒരു പരിസ്ഥിതിക്ക് യാതൊരു വിധ ദോഷവും ചെയ്യുന്നില്ല. നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ തന്നെ അത് മാറ്റുന്നില്ല. പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായ കൃഷി രീതി ഏതാണ്? ജൈവകൃഷി തന്നെയാണ്. അടുത്താണ് CSA എന്താണ് കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചറൽ. ഓക്കെ, കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സമീപനമാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. CSA ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്താണ് കാലാവസ്ഥ വ്യതിയാനത്തെ എന്താണ് കർഷകരെ നേരിടാൻ സഹായിക്കുന്നു. ഓക്കെ,
ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക, കാലാവസ്ഥ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക, ഹരിതഗ്രഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് CSA? എന്താണ് CSAയുടെ ഫുൾഫോം? എന്താണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. എന്താണ് കർഷകരെ സഹായിക്കുന്നു, എന്തിനെ സഹായിക്കുന്നു? കാലാവസ്ഥ വ്യതിയാനങ്ങളെ നേരിടാൻ സഹായിക്കുന്നു. ഇതുവഴി എന്താണ് നമുക്ക് ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, കാലാവസ്ഥ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക, പിന്നെ എന്താണ് ഹരിതഗ്രഹ വാതക ഉദ്വമനം കുറയ്ക്കുക. ഇതൊക്കെയാണ് എന്തിൻ്റെ ലക്ഷ്യങ്ങൾ? CSAയുടെ ലക്ഷ്യങ്ങൾ, അതായത് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചറിൻ്റെ ലക്ഷ്യങ്ങൾ, CSAയുടെ ലക്ഷ്യങ്ങൾ. അതെന്താണ് ഞങ്ങളും കൃഷിയിലേക്ക്? എന്താണ് ഈ പദ്ധതി? നമ്മുടെ കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഇതെന്താണ്? നമ്മുടെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ എന്താണ് നമ്മുടെ സംസ്ഥാനം എന്താണ് സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഓക്കെ, അടുത്തെന്താണ് അഗ്രോ പാർക്കുകൾ. എന്താണ് അഗ്രോ പാർക്കുകൾ? കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു. കൃഷി വകുപ്പിന് കീഴിലാണ് അഗ്രോ പാർക്കുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഗ്രോ പാർക്കുകൾ കൃഷി വകുപ്പിൻ്റെ കീഴിലാണ്. കേരളത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു സംസ്കരണ വേദികളാണ് ഈ അഗ്രോ പാർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ആരുടെയാണ്? കൃഷി വകുപ്പിൻ്റെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ കൃഷി വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. അഗ്രോ പാർക്കുകൾ കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ. ഇത് കൃഷി വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്തെന്താണ് കാർഷിക അധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ മാറുന്ന മുഖം. നോക്കാം. കാർഷിക അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ന് പ്രചാരം ഏറി വരികയാണ്. സർക്കാർ ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്. പൊടിക്കുക, അരയ്ക്കുക, പാക്ക് ചെയ്യുക തുടങ്ങിയ ലളിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതിയിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ഇന്ന് പ്രാധാന്യമേറിയിട്ടുണ്ട്. കമുകിൻ പാള ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പിന്നെന്താണ് ഫലവർഗത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ പ്രധാനമായി കാർഷിക ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് വരുന്ന പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ അതിന് നമ്മുടെ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് അവയെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, അത് നമുക്ക് പ്രധാനമായിട്ട് എന്നുള്ളതല്ല വായിച്ചു വിടാമെന്നുള്ള പോയിന്റ് അത്രേ ഉള്ളൂ. അടുത്ത കൈത്തറി വ്യവസായം. ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞാലാണ് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈത്തറിയെ പറ്റി നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വേർഡുണ്ട്. ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അവശ്യ ഘടകമായി ഞാൻ നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. കൈത്തറിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിവ. ഇന്ത്യയിലെ അസംഘടിത സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊന്നാണ് കൈത്തറി മേഖല. ഗ്രാമീണ അർദ്ധഗ്രാമീണ ജനവിഭാഗങ്ങളുടെ ഉപജീവനത്തിൻ്റെ അവിഭാജ്യ ഘടകവും സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ സ്രോതസ്സുമാണ് ഈ മേഖല. രാജ്യത്തെ തുണി ഉൽപ്പാദനത്തിൽ കൈത്തറി മേഖലയുടെ സംഭാവന ചെറുതല്ല. കേരളത്തിലെ ഒരു പ്രധാന പരമ്പരാഗത ചെറുകിട കുടിൽ വ്യവസായമാണ് കൈത്തറി. കയർ മേഖല കഴിഞ്ഞാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അടുത്ത സ്ഥാനം കൈത്തറിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കൈത്തറി വ്യവസായത്തിന് നമ്മുടെ രാജ്യത്തുള്ള പ്രാധാന്യം എന്താണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കും. ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഓക്കെ, നമ്മുടെ കയർ മേഖല കഴിഞ്ഞാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അടുത്ത സ്ഥാനം ആർക്കാണ്? അത് കൈത്തറി മേഖലയ്ക്കാണ്. കൈത്തറി മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുവഴി അവർക്കൊരു സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാൻ കൈത്തറി മേഖലയ്ക്ക് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചെറുകിട വ്യവസായ മേഖലയാണ് കൈത്തറി മേഖല എന്ന് പറയുന്നത്. നമ്മുടെ ബാലരാമപുരം, കണ്ണൂരും പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് കൈത്തറി യൂണിറ്റുകളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തെന്താണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റ് കമ്മിറ്റി, അതായത് APMC. ഓക്കെ, വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ച മാർക്കറ്റിംഗ് ബോർഡാണ് നമ്മുടെ APMC, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി. അതായത് വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ച കമ്മിറ്റിയാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി. ഓക്കെ, കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം വഴിയാണ് സംസ്ഥാനങ്ങൾ APMC രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ APMC രൂപീകരിക്കാൻ കാരണമായ നിയമം കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം. ഓക്കെ, കാർഷിക
ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം, അതായത് ആക്ടിൻ്റെ പേരെന്താണ്? APMR ആക്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ പഠിക്കുക. APMR ആക്ട് വഴിയാണ് APMC രൂപീകരിച്ചത്. APMR ആക്ട് വഴിയാണ് APMC രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഇത് രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, APMR ആക്ട് വഴിയാണ് APMC രൂപീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് രൂപീകരിക്കുന്നത്. വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സഹായിക്കുക, സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് APMC സംസ്ഥാന ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നത്. അടുത്ത നമ്മുടെ കറണ്ട് അഫെയർ പോയിന്റ് ആയിട്ട് പലതവണ പഠിച്ചിട്ടുള്ള കാര്യമാണ് കതിറാപ്പ്. നമ്മുടെ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ കതിറാപ്പ് എന്താണ്? കൃഷിയും കൃഷി രീതികളും സ്മാർട്ടാക്കാനായി വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയതാണ് കതിറാപ്പ്. കതിറാപ്പിൻ്റെ ഫുൾ ഫോം ഉണ്ട്: കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ്ബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നാണ് കതിറാപ്പിൻ്റെ ഫുൾ ഫോം. അപ്പോൾ കതിറാപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ്ബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി. ഇതാണ് കതിരിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതിൽ എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു? കാലാവസ്ഥ വിവരങ്ങൾ, ഓരോ വിളകളുടെ ഉപദേശങ്ങൾ, പിന്നെ മാർക്കറ്റിംഗ് ഇൻ്റലിജൻസ് വിവരങ്ങൾ, പിന്നെ കാർഷിക പദ്ധതികളുടെ വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. ഓക്കെ, ഈ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് എന്താണ്? തിരിച്ചറിയൽ കാർഡും സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കതിറാപ്പ് കൃഷിയും കൃഷി രീതികളും സ്മാർട്ടാക്കാനായി നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തി തയ്യാറാക്കിയ ആപ്പാണ് കതിർ ആപ്പ്. ഓക്കെ, കതിർ ആപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ്ബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററിയാണ് കതിർ ആപ്പിൻ്റെ ഫുൾ ഫോം. അടുത്തെന്താണ്? ഓക്കെ, വിവിധതരം കാർഷിക വിപണികളാണ്. ഘടനാപരവും പ്രവർത്തനക്ഷമവുമായ വിപണികൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ നല്ല രീതിയിലുള്ള വിപണികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കാർഷിക മേഖല വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ്. സംഘടിത കാർഷിക വിപണി എന്നും അസംഘടിത കാർഷിക വിപണി എന്നും കാർഷിക വിപണിയെ രണ്ടായി തരംതിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കാർഷിക വിപണികളെ എത്രയായി തരംതിരിക്കുന്നു? രണ്ടായി തരംതിരിക്കുന്നു. സംഘടിത കാർഷിക വിപണി എന്നും അസംഘടിത കാർഷിക വിപണി എന്നും രണ്ടായി തരംതിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നവയാണ് സംഘടിത കാർഷിക വിപണി. ഓക്കെ, അപ്പോൾ സംഘടിത കാർഷിക വിപണിക്ക് ഒരു സംഘടിത സ്വഭാവമുണ്ട്. അവിടെ ഒരു നിയമാവലി അവർ ഫോളോ ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ. ഓക്കെ, അപ്പോൾ സർക്കാരിൻ്റെ ചട്ടങ്ങളും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് സംഘടിത കാർഷിക വിപണി. പ്രധാനമായി APMC, നമ്മൾ നേരത്തെ പറഞ്ഞ APMC കമ്മിറ്റികൾ, APMR ആക്ട് വഴി സംസ്ഥാന ഗവൺമെൻറ് രൂപീകരിക്കുന്ന APMCകൾ. ഓക്കെ, അതായത് നമ്മുടെ വൻകിട അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അസംഘടിതം എന്തായിരിക്കും? ഇത് നേർ വിപരീതമായിരിക്കും. അവിടെ ഒരു നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നുമില്ല, എന്നൊരു പ്രത്യേക ഘടന പോലും അവയ്ക്കില്ല. അവയാണ് അസംഘടിത കാർഷിക വിപണി. ഓക്കെ, കാർഷിക വിപണി സംഘടിതമുണ്ട്, അസംഘടിതമുണ്ട്. സംഘടിതം സർക്കാരിൻ്റെ നിയമങ്ങളും ചട്ടങ്ങൾക്കും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അസംഘടിത വിപണി അവിടെ ഒരു ഘടനയില്ല, അവയ്ക്കൊരു ഘടന സ്വഭാവമില്ല. അവിടെ ഫോളോ ചെയ്യുന്ന നിയമങ്ങളും കാര്യങ്ങളും ഇല്ല അസംഘടിത കാർഷിക വിപണിയിൽ. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്താണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കുന്ന വിപണികളാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. ചെറിയ ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതും ഗ്രാമത്തിലെ വ്യക്തികൾ പ്രധാന വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമായുള്ള കൈമാറ്റ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതായത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നു, അവർ തന്നെ ചന്തയിൽ വിപണിയിൽ കൊണ്ടുവന്ന് അവർ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നു. അവിടെ ഒരു ഇടനിലക്കാരൻ അവിടെ വരുന്നില്ല എന്ന രീതിയാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. വിപണികൾ ആഴ്ചയിൽ 1-2 തവണ തുറസായ സ്ഥലങ്ങളിലാണ് കൂടുന്നത്. ഉദാഹരണം നമ്മുടെ ഗ്രാമീണ ചന്തകളും ഹാറ്റുകളും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തെ കാണുന്ന ചന്തകളൊക്കെ ഗ്രാമീണ പ്രാഥമിക വിപണികൾക്ക് ഉദാഹരണമാണ്. അതായത് കർഷകർ തന്നെ ഉൽപ്പാദിപ്പിച്ച് പഞ്ചായത്തുകളോ മറ്റോ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒരു ചന്തകളിൽ കൊണ്ടുവന്ന് അവർ തന്നെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നു. അവിടെ ഇടനിലക്കാരൊന്നുമില്ല, നേരിട്ട് തന്നെ കൊടുക്കൽ വാങ്ങലൊക്കെ നേരിട്ടായിരിക്കും അവിടെ നടക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ വില്ലേജ് ഹാറ്റുകൾ, ആ വില്ലേജ് ഹാറ്റുകളാണ് ഇനി നോക്കാനുള്ളത്. ഓക്കെ, എന്താണ് വില്ലേജ് ഹാറ്റുകൾ? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ഗ്രാമത്തിലെ ഉൽപ്പാദകർ, ഇടനിലക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ. അപ്പോൾ ഹാറ്റുകൾ ഒരു ഗ്രാമത്തിലെ ഉൽപ്പാദകർ, അല്ലെങ്കിൽ ഇടനിലക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ. അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കർഷകർ അവിടെ വരുന്ന ആ സാധനങ്ങൾ വിൽക്കാൻ, അത് വാങ്ങാൻ വേണ്ടി ഉപഭോക്താക്കൾ വരുന്നു. ഇവരെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഹാറ്റുകൾ എന്ന് പറയുന്നത്. വില്ലേജ് ഹാറ്റുകൾ. അടുത്ത മണ്ടികൾ എന്താണ്? ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റ് പട്ടണങ്ങളിലും ദൈനംദിന ഇടപാടുകൾക്കുള്ള സ്ഥിരമായ മൊത്ത വ്യാപാര വിപണികളാണ് മണ്ടികൾ. നമ്മൾ വില്ലേജ് ഹാറ്റുകൾ ഗ്രാമങ്ങളിലാണ്. മണ്ടികൾ കാണപ്പെടുന്നത്? ജില്ലാ ആസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലാണ് മണ്ടികൾ കാണപ്പെടുന്നത്. അടുത്താണ് ഫെയർ അല്ലെങ്കിൽ മേളകൾ.
മതപരമായ ഉത്സവങ്ങളുടെ സമയത്തോ പ്രാദേശികമായ ഉത്സവങ്ങളുടെ സമയത്തോ മാത്രം തീർത്ഥാടന സ്ഥലങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിൽ നടത്തുന്ന വിപണികളാണ് ഈ മേളകളെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വീടിനടുത്ത് വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളിൽ എന്താണ് ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. അവർ കൃഷി ചെയ്ത എന്തെങ്കിലും ചെടികളോ നമ്മൾ കാണാല്ലേ പൂക്കൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളില്ലേ, അത് തന്നെയാണ് ഫെയർ അഥവാ മേളകളെന്ന് പറയുന്നത്. അടുത്തെന്താണ് കേരളാഗ്രോ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ഊർജിതമാക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും കേരളാഗ്രോ എന്ന ഏകീകൃത ബ്രാൻഡിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള കൃഷി വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് കേരളാഗ്രോ. ഇതുവഴി എന്താണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്താണ് കൂടുതൽ ഊർജിതമാക്കാനും അതുവഴി എന്താണ് കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാനും എന്താണ് ന്യായവിലയ്ക്ക് എന്താണ് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന എന്താണ് ഒരു ഏകീകൃത ബ്രാൻഡിംഗ് ആണ് കേരളാഗ്രോ. അതും കൃഷി വകുപ്പിൻ്റെ കീഴിലാണ്. ഇതുവഴി എന്താണ് കർഷകർക്ക് ഉയർന്ന വരുമാനം ലഭിക്കുന്നു, പിന്നെ എന്താണ് ന്യായമായ വിലയ്ക്ക് എന്താണ് സാധനങ്ങൾ എന്താണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഏതിലൂടെ? കേരളാഗ്രോയിലൂടെ. അടുത്ത മൊത്ത വ്യാപാര വിപണികൾ അഥവാ ദ്വിതീയ മൊത്ത വ്യാപാര വിപണികൾ. ഓക്കെ, കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപണികളാണ് ഇവ. ഓക്കെ, അപ്പോൾ കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട നഗരങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഉൽപ്പാദകരായ കർഷകർ തന്നെയാണ് ഇവിടേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. ജില്ലാ തലസ്ഥാനങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള വിപണന കേന്ദ്രങ്ങളാണ് ഇവ. എന്താണ് ജില്ലയുടെ തലസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ എന്താണ് റെയിൽവേ സ്റ്റേഷന് സമീപത്തോ ആയിരിക്കും. ഗ്രാമീണ കർഷകരും മൊത്ത വ്യാപാരികളും തമ്മിലാണ് ഇവിടുത്തെ കച്ചവടം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാമീണ കർഷകർ അവർ ഗ്രാമത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് എന്താണ് അവർ നഗരങ്ങളിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് ആരാണ് വാങ്ങിക്കുന്ന ആരാണ്? മൊത്ത വ്യാപാരികളായിരിക്കും വാങ്ങിക്കുന്നത്. മറ്റ് വിപണികളിൽ നിന്ന് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാറുമുണ്ട്. ഉദാഹരണം മണ്ടികൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു മണ്ടികൾ എവിടെയാണ്? പട്ടണങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലാണ് മണ്ടികൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മൊത്ത വ്യാപാര വിപണികൾ അഥവാ ദ്വിതീയ മൊത്ത വ്യാപാര വിപണികൾ ആരൊക്കെ തമ്മിലാണ് ഇടപാട് നടക്കുന്നത്? ഗ്രാമീണ കർഷകരും മൊത്ത വ്യാപാരികളും. ഓക്കെ, ഗ്രാമീണ കർഷകർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ അവിടെ കൊണ്ടുവരുന്നു. അവരെ നിന്ന് ആ സാധനം വാങ്ങിക്കാൻ ആര് വരുന്നു? മൊത്ത വ്യാപാരികൾ വരുന്നു. അപ്പോൾ ഇതിനുദാഹരണമാണ്, അതായത് നമ്മുടെ മൊത്ത വ്യാപാര വിപണികൾ അല്ലെങ്കിൽ ദ്വിതീയ മൊത്ത വ്യാപാര വിപണിക്ക് ഉദാഹരണമാണ് മണ്ടികൾ. അടുത്തെന്താണ്? സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കർഷക ഉൽപ്പാദന സംഘങ്ങളുടെ പിന്തുണയോടെയാണ് സംസ്ഥാനത്ത് കാർഷിക വിപണനം നടക്കുന്നത്. നഗര പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വിപണന ശൃംഖലയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കേരളത്തിലെ മൊത്ത വ്യാപാര വിപണിയിൽ 3 നഗരപ്രദേശത്തും 3 ഗ്രാമപ്രദേശത്തും പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് പഞ്ചായത്തുകളുടെ കർഷക ഉൽപ്പാദന സംഘങ്ങളുടെ പിന്തുണയോടെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വിപണനം നടക്കുന്നത്. ഇവ നഗര-ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വിപണന ശൃംഖലയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഓക്കെ, കേരളത്തിലെ മൊത്ത വ്യാപാര വിപണികളിൽ 3 നഗരപ്രദേശത്തും 3 ഗ്രാമപ്രദേശത്തും പ്രവർത്തിക്കുന്നു. ഇവ കൂടാതെ 5 ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കൃഷി വകുപ്പിന് കീഴിലുള്ള ഈ കേന്ദ്രങ്ങൾ കേരള സർക്കാരിൻ്റെ വിപണി നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സംഘടിത സ്വഭാവമാണ്. കേരള സർക്കാരിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അടുത്തെന്താണ്? ഈനാമിന് കീഴിൽ 6 മൊത്ത വ്യാപാര വിപണികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവ കൂടാതെ വിവിധ തരത്തിലുള്ള പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ നേരിട്ടും കർഷക കൂട്ടായ്മകൾ വഴിയും കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണനം സാധ്യമാക്കുന്നുണ്ട്. ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ BFPCK സ്ഥാപിച്ച സ്വാശ്രയ കർഷക സമിതികളുടെ വിപണന സംവിധാനത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് വിപണനം നടത്തുന്നു. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വനവിഭവങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇന്ത്യ ലിമിറ്റഡ്. നമ്മളിപ്പോൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വനവിഭവങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. NAFED. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വനവിഭവങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ. അതിൻ്റെ ഫുൾ ഫോം നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംയോജനവും വിപണനവും മൂല്യവർദ്ധനവ്, ഗ്രേഡിംഗ്, ബ്രാൻഡിംഗ്, ബാക്കിംഗ് തുടങ്ങിയ സേവനങ്ങളുടെ ഏറ്റെടുത്ത് നടത്തുക വഴി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ ഗ്രാമീണ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു. അതൊന്ന് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ NAFED ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പിന്നെ വനവിഭവങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച സംഘടനയാണ് NAFED. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുക.
നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നാം. അപ്പോൾ നമ്മൾ എന്താണ് NAFED പറഞ്ഞു. ഇതിന് മുമ്പ് നമ്മൾ ഈ നാം എന്താണെന്ന് പറഞ്ഞു. ഈ നാം എന്താണെന്ന് നമുക്ക് എന്താ ഇവിടെ സൈഡിൽ തന്നെ എന്താണ് സ്കൂൾ ടെസ്റ്റ് പറയുന്നുണ്ട്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഈ നാമിൻ്റെ ഫുൾ ഫോം എന്താണ്? ദേശീയ കാർഷിക വിപണി, അതായത് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഈ നാം എന്താണ്? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ നാം. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഈ നാം ഇലക്ട്രോണിക്. നാം എന്താണ്? നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്. ഈ നാമിന് കീഴിൽ എന്താണ്ട 6 മൊത്ത വ്യാപാര വിപണികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കീഴിൽ വരുന്നത് എത്രയാണ്? മൊത്തം 6 മൊത്ത വ്യാപാര വിപണികളാണ് ഈ നാമിന് കീഴിൽ വരുന്നത്. അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതുവഴി എന്താണ്? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കാൻ സാധിക്കും. ഈ എന്താണ്? ഇലക്ട്രോണിക്. നാം എന്താണ്? നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്. അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു NAFED പറഞ്ഞു. അത് രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വനവിഭവങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച സംഘടനയാണ് NAFED. ഈ നാമും ഓർത്തു വെച്ചോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷനിൽ. ഓക്കെ, അടുത്തെന്താണ്? കാർഷിക വിപണി നേരിടുന്ന വെല്ലുവിളികളാണ്. ഒന്നെന്താണ്? സിമ്പിളാണ്, ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം തന്നെയാണ് മെയിൻ. പിന്നെ എന്താണ്? വായ്പകൾ, കൃത്യസമയത്ത് വായ്പകൾ ലഭിക്കില്ല. വിപണി വിവരങ്ങളുടെ അപര്യാപ്തത, അതേ മാർക്കറ്റിൽ ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂവും അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഇപ്പോൾ താഴ്ന്നു ഉയർന്നു, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കില്ല. സംഭരണശാലയുടെ അപര്യാപ്തത, അതായത് ഗോഡൗണുകളുടെ സൗകര്യക്കുറവ്. പിന്നെ ഇറക്കുമതി നയങ്ങൾ, സർക്കാർ നടപ്പിലാക്കുന്ന ഇറക്കുമതി നയങ്ങൾ ഇതിനെ ബാധിക്കാറുണ്ട്. ഇടനിലക്കാരുടെ ചൂഷണം. ഓക്കെ, ഏറ്റവും മെയിനായിട്ടുള്ളതാണ് ഇടനിലക്കാരുടെ ചൂഷണം. അവരുടെ കമ്മീഷനും കാര്യങ്ങളും എന്താണ് കർഷകരെ വളരെയധികം ബാധിക്കുന്നു. ഇത് വിപണി എന്താണ് അലട്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഗതാഗത സൗകര്യങ്ങളില്ല, വായ്പകൾ കൃത്യസമയത്ത് ലഭിക്കില്ല, വിപണി വിവരങ്ങളുടെ അപര്യാപ്തത, പിന്നെ സംഭരിക്കാനുള്ള പ്രധാന സംഭരണശാലകളുടെ അഭാവം, പിന്നെ എന്താണ് ഇറക്കുമതി നയങ്ങൾ, ഇടനിലക്കാരുടെ ചൂഷണവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നേരത്തെ നമ്മൾ അപ്പുറത്തെ നാം പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞൊരു വേർഡായിരുന്നു, അതിനെപ്പറ്റി ഇവിടെയാണ് പറയുന്നത്. എന്താണ്? VFPCK. എന്താണ്? VFPCK എന്താണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള. ഈ ഒരു സാധനം നമ്മുടെ VFPCK പഴയ സ്കൂൾ ടെസ്റ്റിൽ എന്താണ് വെറുതെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ എന്താണ് അതിൻ്റെ ധർമ്മം എന്നുള്ളത് കറക്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, കേരളത്തിലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പഴം പച്ചക്കറി കൃഷി നടപ്പാക്കുന്നതിന് വിത്ത് മുതൽ വിപണനം വരെയുള്ള വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുകയാണ് നമ്മുടെ VFPCK ചെയ്യുന്നത്. ഓക്കെ, VFPCK എന്താണ്? കേരളത്തിലെ കർഷകർക്ക് എന്താണ് വാണിജ്യാടിസ്ഥാനത്തിൽ പഴവും പച്ചക്കറി കൃഷി നടപ്പാക്കുന്നതിന് എന്താണ് വിത്ത് മുതൽ എന്താണ് അത് വിളവെടുത്ത് വിൽക്കുന്നത് വരെയുള്ള സപ്പോർട്ട് നൽകാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചൊരു ഒരു സംവിധാനമാണ് VFPCK, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള. അതായത് കർഷകർക്ക് വിത്ത് നൽകി അവർ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് എന്താണ് അത് വിപണിയെ കൊണ്ട് വിൽക്കുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള അവസാന ഘട്ടം വരെ കർഷകർക്ക് പിന്തുണ നൽകുന്ന ഒരു കൗൺസിലാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള. ഓക്കെ, അടുത്തെന്താണ്? കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ. കർഷകരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകളും കഴിവുകളും കൈമാറുന്നതിനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR രാജ്യത്താകമാനം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പോൾ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതാരാണ്? ICAR. കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതാരാണ്? ICAR-ന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇവ സ്ഥാപിച്ച് നമ്മുടെ രാജ്യത്ത് ഉടനീളം സ്ഥാപിച്ചിട്ടുള്ളവയാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ. ഇവിടെ ലക്ഷ്യം എന്താണ്? കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കർഷകരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കുന്നതിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ എന്താണ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ ചെയ്യുന്നത്. ഇത് ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ICAR-ൻ്റെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഈ ഒരു 12ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത്. അതിൽ കുറച്ച് കൗൺസിലും കമ്മിറ്റികളും ഒക്കെയാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. കാരണം മറ്റേ ഏകവിള, ബഹുവിള, മിശ്രവിളയൊക്കെ എന്താണ് നമുക്കത് ഒറ്റ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അത് ലോജിക്ക് വെച്ച് അടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു VFPCK, പിന്നെ നമ്മളൊരു ആക്ട് പറഞ്ഞു, പിന്നെ നമ്മളെന്താണ്
കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു പാഠത്തിൽ ഓർത്ത് വയ്ക്കേണ്ട നല്ലൊരു അടിപൊളി പാഠം തന്നെ. 8ാം ക്ലാസ്സിൽ എന്താണ് 12ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, എന്താണ് കാർഷിക മേഖലയെ ബന്ധപ്പെട്ട പാഠമായിരുന്നു. ഇതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് സംഘടനകളും എന്താണ് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന കുറച്ച് നിയമം, നമ്മൾ ഒരു നിയമം പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി പഠിച്ചു, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പറഞ്ഞു, VFPCK അതും പറഞ്ഞു. അപ്പോൾ എന്താണ് അങ്ങനത്തെ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കമ്മിറ്റികൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞ ഏകവിള ബഹുവിള അതിൻ്റെയൊക്കെ എന്താണ് ഉദാഹരണങ്ങൾ നോക്കി വയ്ക്കുക. അതിൻ്റെ ഒരു തിയറി പാർട്ട് നമുക്ക് കിട്ടും. അത് ഏകവിള എന്താണ്, ബഹുവിള എന്താണ്, ഇടവിള കൃഷി എന്താണെന്നൊക്കെ നമുക്ക് അതിൽ നിന്നാണ് ആ വേടിയിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കി എന്താണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.